കൂട്ടുകാരൊക്കെ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എവിടേക്കാണെന്നറിയാമോ? ഞങ്ങളുടെ കൂട്ടുകാരി ഷൈബിയുടെയും സാബുവിൻ്റെയും വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടീനയ്ക്ക് റാണിക്കും ഒക്കെ വരണമെന്നുണ്ടായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. എന്തിനാണെന്നറിയോ ഇങ്ങോട്ട് വന്നിരിക്കണേ? ഇവിടെ ഡിഫറെൻറ്റ് നിറത്തിലുള്ള ഡിഫറെൻറ്റ് വെറൈറ്റിയിലുള്ള റോസസ് ഉണ്ടെന്ന് ഷൈബി എന്നോട് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം ആരൊക്കെ വരുന്നുണ്ട് ചേച്ചിയുടെ കൂടെ. റോസസ് ഇഷ്ടമുള്ളവരൊക്കെ എൻ്റെ കൂടെ പോയേ. വരൂ 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 വരൂ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഷൈബി കുട്ടി. ഹായ് ഷൈബി. ഹലോ ചേച്ചി. അപ്പൊ ഇന്നിവിടെ പൂക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പൂക്കളുണ്ട്, കുറെയൊക്കെ പൊഴിഞ്ഞു പോയി, നമുക്ക് കാണാം. ഇത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള പൂവായിരിക്കും അല്ലേ? ഇത് വീടിന്റെ ഫ്രണ്ടിലുള്ളതാ. കുറച്ച് പോയി അല്ലേ? കുറച്ച് കഴിഞ്ഞു. എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളാ. നമുക്ക് അങ്ങോട്ട് പോയാലോ? പോകാം. നമ്മുടെ ഗാർഡനെ മനോഹരമാക്കാനായിട്ട് ഷൈബി സാബും ഈ വീട് വാങ്ങിയതിന് ശേഷം ഒരു 5-6 വർഷമായി കാണും അല്ലേ ഷൈബി വീട് വാങ്ങിച്ചിട്ട്? വാങ്ങിയതിന് ശേഷം നട്ട ചെടികളാണ് ഇട്ടത്. ഇതൊരു ഭംഗിയല്ലേ കാണാനായിട്ട്? ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല ക്യൂട്ടാണ്. അടുത്തത് ഒരെണ്ണം ബ്യൂട്ടിഫുൾ. അടുത്തത് ഇതൊക്കെ കുറച്ചുകൂടി വലുതായിട്ടുണ്ട്, നല്ല രസം, ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. ഇതൊക്കെ ഇത് കുറച്ചുകൂടി വലുതായി. ഇതാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് വൺ. നമ്മുടെ ക്രിസ്മസ് ട്രീ ഒക്കെ വരുമ്പോൾ, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ലൈറ്റ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ട്രീ. അപ്പൊ നമ്മൾ ഈ റോസിന്റെ അടുത്തേക്ക് ഇങ്ങനെ എത്തിയിരിക്കുവാണേ. ഇതൊരു പ്രത്യേക റോസാണ്. ഷൈബി ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഷൈബി ഇത് വാങ്ങിച്ചതാണോ അതോ? ഇത് തൊട്ട അയൽപക്കത്തെ ഇംഗ്ലീഷുകാരൻ അപ്പച്ചൻ തന്നത്. ആണോ? ഓക്കെ ഓക്കെ. നല്ല ചെറിയ റോസ് ആണെങ്കിലും ക്യൂട്ടാണ് അല്ലേ? ക്യൂട്ടാണ്. കുറെ മുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. കുറേ ഉണ്ടാകും. അത് മണം ഉണ്ടോ? മണം കുറവാണ്, പക്ഷെ നല്ല ക്യൂട്ട് അല്ലേ കാണാനായിട്ട്? സൂപ്പർ. നമുക്ക് ഇങ്ങോട്ട് പോയാലോ? ഇത് നോക്കിയേ, ഇത് ചെറിയ ചെറിയ കുഞ്ഞ് റോസിന്റെ മുട്ടുകളാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മള് ഈ ഇൻഡോർ ഒക്കെ വെക്കുന്ന ഒരു ടൈപ്പാന്ന് തോന്നുന്നു, പക്ഷെ ഔട്ട്ഡോറും വളരും. ഇത് നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോവാം എൻ്റെ പൊന്നു മക്കളെ. ഞാനൊരു ആർച്ചിന്റെ ഉള്ളിലേക്ക് കയറട്ടെ. ഉള്ളു കൊള്ളാണ്ട് നോക്കിയാൽ മതി കേട്ടോ. ഇതൊരു ആർച്ച് പോലെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് നോക്കിയേ, ഇതൊരു ആർച്ച് പോലെ ഉണ്ടാക്കിയിരിക്കുവാണ്. ഇതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഒരു മഞ്ഞ റോസ് ഉണ്ട്. ഇത് കണ്ടോ, ഒളിഞ്ഞു കിടക്കുന്ന മഞ്ഞ റോസ്. കാണാൻ ഭംഗിന്നല്ലാണ്ട് എന്താ അതിന് വിളിക്കണേ? മനോഹരി നീ. ഒരു പാട്ടില്ലേ ഷൈബി? മനോഹരി നീ മനോരഥത്തിൽ. അയ്യടാ, ഇതിന് മണമുണ്ട് കേട്ടോ, മണമുണ്ട്. പിന്നെ ഇത് എൻ്റെ മുകളിൽ നിൽക്കുന്നത് മൊത്തം റോസപ്പൂക്കള് ആർച്ച് രൂപത്തിൽ ഉണ്ടാക്കിയിരിക്കുവാണ്. ഇഷ്ടംപോലെ മുള്ളുണ്ട് ഇതിനകത്ത്. മുള്ളു കൊണ്ടാലല്ലേ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ കിട്ടുള്ളൂ അല്ലേ? നോക്കിയേ, ഓ ക്യൂട്ട്. ചെറിയ നറുമണം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ മണമാണ്. നിറയെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ, ഇങ്ങേയറ്റത്തുനിന്ന് അങ്ങേയറ്റം വരെ നിറയെ റോസ്. എനിക്ക് തോന്നുന്നത് കുറെ ഉണ്ടായിട്ട് ഇപ്പൊ കഴിയുന്ന സമയമാണെന്ന് തോന്നുന്നു അല്ലേ? ഒരു മീഡിയം എത്തി. അതിനിടയ്ക്ക് വേറൊരു ഇതുണ്ടല്ലോ, ഇതിന്റെ പേര് മറന്നുപോയി. ഇതൊക്കെ ആരും കാണാതെ കിടക്കുന്ന നല്ല ഒരു നീല നിറത്തിലുള്ള വയലറ്റ് നിറത്തിലുള്ള ഒരു പൂവ്. ഇതിന്റെ പൂവിന്റെ പേര് നമ്മുടെ ടീനക്കുട്ടിക്ക് അറിയായിരിക്കും എന്തായാലും. എന്റെ മുട്ടുകൾക്ക് എന്തൊരു ഭംഗിയാ ഷൈബി. ഓ സൂപ്പർ. മുട്ടുണ്ടാകും. അതല്ലേ, അതിന്റെ ഭംഗി നോക്കിയേ. അതിന്റെ ഇടയ്ക്ക് ഇത് നടുക്ക് കണ്ടോ, ഇങ്ങനെ ഒരു തൂവല് പോലെ. എന്നിട്ട് 1 2 3 4 5 അതളുകൾ, ചെമ്പരത്തിയുടെ അതളുകൾ പോലെ അല്ലേ? നല്ല ക്യൂട്ട്. എന്ത് രസം കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ റോസ് കാണുമ്പം ഇതിനെ നമ്മൾ അധികം അട്രാക്ട് ചെയ്യില്ല, പക്ഷെ ഇതിന്റെ ഭംഗി ഇങ്ങനെ നോക്കുമ്പോ എന്താ ഭംഗി അല്ലേ? സുന്ദരിയാണ് കേട്ടോ നീ, സുന്ദരി കുട്ടിയാണേ. ക്ലിമാറ്റസ്. ക്ലിമാറ്റസ് പേര് ഓർമ്മ വന്നു ഷൈബി കുട്ടിക്ക്. അപ്പൊ നമുക്ക് ചുമപ്പിൽ നിന്ന് എവിടേക്കാ പോകണ്ടേ? വെള്ളയിലേക്ക് പോണോ? വെള്ളയിലേക്ക് പോവാം. ചുമപ്പ് ഇനി കുറച്ച് കഴിയുമ്പോ വരാട്ടോ. എന്റെ ദൈവമേ, ഇത് താമരയാണോ ഷൈബി? ഇത് താമര വിടർന്ന് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ ഈ വെള്ള കാണാനായിട്ട്? ഭയങ്കര ഭംഗിയാണ്. ഓ, ഇത് ലെയർ ഉണ്ട്, ഒരു പൂവിനകത്ത് ഒത്തിരി ലെയർ ഉണ്ട്. ഇത് കണ്ടോ? ഓ, ഇത് നോക്കിയേ. അത് സ്മെല്ലും ഭയങ്കര. മണത്തോക്കട്ടെ, ശരിക്കും മണക്കട്ടെ. പണ്ടത്തെ ആ ഒരു റോസില്ലേ നമ്മുടെ വീടിന്റെ മുറ്റത്ത് 1 2 റോസ് വിടരുമ്പോ നമ്മളെല്ലാവരും പോയി മണത്ത് നോക്കാറില്ലേ? ഓ ഓ, ശരിക്കും ഇത്ര ഭംഗിയാ ഷൈബി കാണാനായിട്ട്. ഇതൊക്കെ നമ്മൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം നട്ടതാണ്. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. കൺഗ്രാറ്റുലേഷൻസ് ടു ബോത്ത് ഓഫ് യു. രണ്ടുപേരും ആയിരിക്കും അല്ലേ? പിന്നെ നോക്കിയതേ, താഴെ നോക്കി മുട്ടുകളും ഇതുമായിട്ട്. അതിനിടയ്ക്ക് ഈ ചുമന്ന റോസും കൂടി ആകുമ്പം ചുമപ്പും വെള്ളയൊക്കെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി കാണാനായിട്ട്. ഇനി നമുക്ക് റോസ് പിങ്ക് അല്ലേ? ഇത് ഇന്നലെ ഞാൻ റാണിയുടെ വീട്ടിൽ പോയിട്ട് എടുത്തായിരുന്നേ. അപ്പൊ ഞാൻ പറയുകയും ചെയ്തു ബേബി പിങ്ക് ആണത് അല്ലേ? ബേബി പിങ്ക്. അതിൽ തന്നെ എത്ര വെറൈറ്റി അല്ലേ ഷൈബി? ഇത് ശരിക്കും നമ്മളെ
നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ പാവാടയുടെ ഞൊറി ഇങ്ങനെ അതെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ തയ്ച്ച് വരില്ലേ, അതുപോലെ ഇരിക്കുന്നല്ലേ. ഇത് നോക്കിയേ, ഇതിന്റെ ഭംഗി കാണാൻ ഭയങ്കര ഭംഗിയാ. ഇതൊരു പ്രത്യേക ടൈപ്പാ. ഒത്തിരി ലെയറുകളാണ് അതിനകത്ത്. നമ്മുടെ ടീനക്കുട്ടിയോട് പറയാം, ഡാൻസിനൊക്കെ മുടിയൊക്കെ ഇങ്ങനെ പുട്ടപ്പ് ചെയ്തിട്ട് സൈഡിൽ ഇതങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളി സൂപ്പർ. എന്തോരം ഷൈബ് ഉണ്ടായിരിക്കണത്. ഇതൊക്കെ ഇത് അകത്തേക്കൊന്നും ഇരുത്തേ മോളായിരുന്നു. ഇത് ഇവിടേക്ക് കണ്ടോ, ഓ ക്യൂട്ടല്ലേ, അടിപൊളി. അതിനൊരു ആ പിങ്കിനൊരു പ്രത്യേകത ഉണ്ടല്ലേ. അതെ അതെ അതെ, ഭയങ്കര അട്രാക്റ്റീവ്. ഇത് നോക്കിയേ, ഓ അടിപൊളി സൂപ്പർ 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 അടിപൊളി. ഇവിടെ നിന്ന് കഴിയുമ്പം കയറി പോകാൻ തോന്നില്ല. അത്രയ്ക്ക് ചെയ്തിട്ടുണ്ടല്ലേ. അതിന്റെ അപ്പുറത്ത് വേറൊരു വെറൈറ്റി ഉണ്ടല്ലേ ഷെബി, അത് മൾട്ടി കളർ പോലെ തോന്നുന്നു എനിക്ക്. കളറാണ് അതിന്റെ. ഓ നോക്കിയേ എന്റെ കൂട്ടുകാരെ, ഇത് നോക്കിയേ കൂട്ടുകാരെ, നോക്കിയേ. അത് വേറെ ഉണ്ടാകുമ്പോ വേറെ നിറമാണ്, ഇപ്പൊ മാറി. ഇത് കണ്ടോ, ഇതിന്റെ അറ്റത്തെല്ലാം ഈ കടും ചുമപ്പ്, ഉള്ളിലേക്ക് വെള്ള, പിന്നെ അകത്ത് പിന്നെ മഞ്ഞയുണ്ട്. 3 കളറിന്റെ മൾട്ടി കളറുടെ ആണത്. അതിന്റെ വലിപ്പം നോക്കിയേ, അയ്യോ അടിപൊളി സൂപ്പർ. പിന്നെ ദേ അതിന്റെ തന്നെ വേറൊരെണ്ണം, അത് പിണ്ടായി വരുമ്പോ വേറൊരു കളർ വരും അല്ലേ ഷൈബി, എന്നിട്ട് ഇങ്ങനത്തെ ഒരു കളറിലേക്ക് ഇത് രൂപാന്തരപ്പെടും. അടിപൊളി സൂപ്പർ, ഒന്നും പറയാനില്ല. ഇത് നല്ല വലിപ്പമുണ്ട്, ഇതിന് മണമുണ്ട് ഷൈബി, നല്ല മണമുണ്ട് ഇതിന്. പിന്നെ തണ്ടുകൾക്കൊക്കെ എന്തൊരു നല്ല എന്താ പറയുക, നല്ല പുഷ്ടിമയാണല്ലേ, ഇലകൾക്കൊക്കെ നല്ല പുഷ്ടിമയാണ്. നല്ല ഭംഗിയുള്ള റോസ്. ഇതിനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും, പക്ഷെ കെട്ടിപ്പിടിച്ച വിവരം അറിയുവേ. നല്ല മുള്ളുകളുണ്ട്, അതങ്ങനെയാണല്ലോ അല്ലേ. നല്ലത് കിട്ടണമെങ്കിൽ നമുക്ക് ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കണമല്ലോ. അടിപൊളി സൂപ്പർ. നമുക്ക് വലിയ വലിയ പൂക്കളെ കണ്ടു കഴിഞ്ഞപ്പം നമ്മൾ ചെറിയ പൂക്കളെ കാണാതെ പോരുതല്ലോ. നമ്മുടെ സ്വന്തം പെറ്റൂണിയാണ് നിൽക്കുന്നത് കേട്ടോ. അതിന്റെ ആ മജന്ത കളർ നോക്കിയേ, അടിപൊളി. ഇതിങ്ങനെ ഇടതൂർന്ന് വരും ഇങ്ങനെ, അതിന്റെ തന്നെ വെറൈറ്റി ആണിത്. ഇത് മജന്തയില് വെള്ള വര. അപ്പൊ നമുക്ക് സാരിയൊക്കെ ഇങ്ങനെ മജന്ത സാരി എടുത്തിട്ട് വെള്ള ഇട്ടാലും ഭംഗി ഉണ്ടാവുന്നതാണ്. ഇത് മുളകാണല്ലോ ഷൈബ് ചെയ്ത് കാഴ്ച വരുന്നുണ്ട്. ചെറിയ മുട്ടുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മുളകെ ഒരുപാടുണ്ടാവും കേട്ടോ. ബ്ലസ് യു. അത് കഴിഞ്ഞിട്ട് ഇതും പെറ്റൂണിയ തന്നെയാ, വേറൊരു കളറ്. ഇതെല്ലാം ഒരു 2 വീക്സിനുള്ളിൽ ഷൈബ് ഇത് മൊത്തം ആർത്ത് വരും. ഇത് ബിഗോണിയയുടെ ഒരു പീച്ച് കളർ അല്ലേ, പീച്ച് ഓറഞ്ച് കളർ, അടിപൊളി. ഇതൊരു റോസാണ്, ബിഗോണിയയുടെ. ഇത് വരാൻ പോണു. ഇത് വേറൊരു റോസ്, ചെറിയ റോസ്. നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഇങ്ങനത്തെ ചെറിയ റോസാണ് കുത്തിക്കൊണ്ട് വരാറല്ലേ. ഓക്കെ, നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നു. ഇതും ഒരു റോസ് തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ. ഇത് ചെറുതാ. ഇതും ബിഗോണിയ തന്നെയാണ്. ഇത് ഡാലിയ അല്ലേ ഷൈബി, ഇത് ഡാലിയ. നല്ലൊരു അതായി വരുന്നതേ ഉള്ളൂ. ഇതെനിക്കറിയില്ല, പേരറിയില്ല, പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് ഈ പൂവ്. ഭയങ്കര ഇഷ്ടമാണ്. അത് പാട്ടില്ലേ ഷൈബി, പേരറിയാത്ത നൊമ്പരത്തെ എന്തോ ഒരു പാട്ടുണ്ട്. ഷൈബി ഭയങ്കര പാട്ടുകാരിയാട്ടോ. ഷൈബി സാബു ഒക്കെ നന്നായിട്ട് പാടുന്നതാണ്. ഇത് വേറൊരു റോസ്, ചുമ്മാ പറയുന്നതാണ്. വേറൊരു റോസ്. ഇല്ല, ഇതിന്റെയൊക്കെ നമ്മുടെ നാട്ടിലാണെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ തണ്ടൊക്കെ മേടിച്ച് നമ്മള് കൊണ്ടുപോകും അല്ലേ. ചിലതൊക്കെ തണ്ട് മുളയ്ക്കുന്നാ പറയണത്. ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാറുണ്ട്. വെള്ള ഇത് നമ്മുടെ ഇതാണോ, 10 മണി. നമ്മുടെ നാട്ടിലത്തെ സ്വന്തം 10 മണിയാണ് ഈ കാണുന്നത്. ഇതിന്റെ ഒരു പ്രത്യേക 10 മണി അല്ലേ. ഇത് ലിജിയുടെ വീട്ടിൽ നിന്നാണോ? ലിജിയുടെ വീട്ടിൽ നിന്ന് എനിക്കും കിട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായി. ലിജി ഈ വർഷം പൂത്തിട്ടില്ല, പൂക്കുമായിരിക്കും അല്ലേ. അടിപൊളി കളറ്. എന്തോരം ഉണ്ടായിരിക്കുന്നേ, അയ്യോ ബൊക്കെ പോലെ അല്ലേ, ബൊക്കെ പോലെ കിടക്കണം. നോക്കിയേ, ഇഷ്ടായിട്ടോ. നാട്ടിലത്തെ ഓർമ്മകളൊക്കെ വന്നു. ഇതൊരു സൈസ് ലില്ലിയാണിത്. ഞാൻ ഇതിനു മുൻപ് ഏതോ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊരു പ്രത്യേക ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. നോക്കിയേ, ഇതിങ്ങനെ നമ്മൾ ഈ പണ്ടൊക്കെ കപ്പലണ്ടി വാങ്ങാനായിട്ട് ഒരു കടലാസ് ഇങ്ങനെ ഒരു ഷേപ്പിലെടുക്കില്ലേ, അതുപോലെ എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ കപ്പലണ്ടി ഇട്ടിരിക്കുന്ന പോലെ തന്നെ ഉണ്ട്. നോക്കിയേ അല്ലേ, ശരിക്കും ഇല്ലേ ഷൈബി, അതുപോലെ തന്നെ അല്ലേ. ഭയങ്കര ഭംഗിയത്. ഒരു മഞ്ഞ അതിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് കൊറേ ഉണ്ടായിരുന്നു. അതെല്ലാം നന്നായിട്ട് ആർത്ത് പിടിക്കുന്നതാണ്. അതെ, ഭംഗിയായിട്ട് വരും. ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ. ഒരു പ്രത്യേക പൂവാണുള്ളത്. ഇത് നമുക്ക് നമ്മുടെ നെയ്ബർ അപ്പച്ചൻ തന്നതാണോ. നെയ്ബേഴ്സ് ഒക്കെ ആയിട്ട് നല്ല കൂട്ടാണല്ലേ. അതെ, നല്ല ഫ്രണ്ട്ലിയാ. അവിടെ 2 ചെടി ഉണ്ടെങ്കിൽ ഒരെണ്ണം എനിക്ക് തരും. ആണല്ലേ. ഇതിങ്ങനെ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ വന്നിരിക്കുന്നല്ലേ, പ്രത്യേക രീതിയിൽ. അതെ, ഭയങ്കര ഭംഗിയാ ഇത് കാണാനും. നമുക്കിത് മാല കുറക്കാൻ പറ്റുമോ ഷൈബി, ഇത് മുല്ലപ്പൂ പോലെ. നോക്കിയേ, അതെ. ഇത് സ്ട്രോബെറി ആണ്. ഇവിടെ സ്ട്രോബെറി ഒക്കെ നന്നായിട്ട് തഴച്ച് വളരും.
ഇതിനകത്ത് കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞാനിതെന്ന് പറഞ്ഞാൽ പൊട്ടിച്ചോട്ടെ ഷൈബി? എത്ര വേണമെങ്കിലും ചേച്ചി കഴിച്ചു. പറഞ്ഞാൽ ഞാൻ പൊട്ടിക്കുവാണ് കേട്ടോ. അങ്ങനെ ഷൈബിയുടെ വീട്ടിൽ നിന്ന് ഒരു സ്ട്രോബെറി പ്രാവശ്യം എങ്ങൊന്നും പൊട്ടിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് പൊട്ടിക്കുന്നത്. കഴിച്ചു നോക്കട്ടെ. നല്ല മധുരം. അപ്പം നിങ്ങൾ ചോദിക്കും കഴിയില്ലേന്ന്. പ്രാവശ്യം കുഴപ്പമില്ല, നമ്മുടെ ഇവിടെ തന്നെയല്ലേ, വിഷമൊന്നും ഇല്ലല്ലോ ഷൈബി? ഇല്ല ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഷൈബി. ഓർഗാനിക് ആണ്, ഓർഗാനിക്. ഷൈബി ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാമോ? ഇതിനകത്ത് ഉണ്ടായി കിടക്കണ്ടോന്ന് കാണിക്കട്ടെ നമ്മുടെ കൂട്ടുകാരെ. അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി കിടപ്പുണ്ട്. ഇതാ മെറ്റലിന്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടായി വരുന്നതാണ്. അപ്പൊ ഒന്നും ടച്ച് ചെയ്യുന്നില്ല. അതിന്റെ സമയമുള്ളൂ അല്ലേ? കറക്റ്റ് നല്ല നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. ഓക്കെ ഓക്കെ. പറുദീസയിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുവാണേ, വേറെ എങ്ങും അല്ല. ഇത് നോക്കിയേ, ഈ മുകളിലേക്ക് ഒന്ന് നോക്കിയേ, എന്താ ഇവിടെ കാണുന്നേ? അയ്യോ, ഇതിനെങ്ങനെ വർണ്ണിക്കും ഇതിനെ? ഇത് നമ്മുടെ കഴിഞ്ഞ വർഷം നമ്മുടെ ടീനയുടെ വീട്ടിൽ ഇതുപോലെ തന്നെ ഷൈബി ഓർക്കുന്നുണ്ട്. ക്ലൈംബിംഗ് റോസ് ആയിരിക്കുമല്ലോ അല്ലേ? അതെ അതെ അതെ. അയ്യോ, ചെറിയ മണം, പക്ഷെ ഇതിന്റെ ഭംഗി എന്ത് പറഞ്ഞ് വയലാറിനൊക്കെ ഒന്ന് വിളിക്കേണ്ടതായിരുന്നു അല്ലേ ഷൈബി, ഒരു പാട്ട് എഴുതാനായിട്ട്. അത്രയ്ക്ക് ക്യൂട്ടായിട്ട് നിൽക്കുന്ന അതിമനോഹരിയായ റോസപ്പൂക്കള്. സുന്ദരിയോ മനോഹരിയോ ഭാഗ്യദേവതയോ എല്ലാം വിളിക്കാം. അടിപൊളി, സൂപ്പർ. എന്ത് രസമാണ് ഷൈബി കാണാനായിട്ട്. അതെ അതെ അതെ, ക്യൂട്ടാണേ. ഇങ്ങേ അറ്റം വരെ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് തുടങ്ങി ആ സൈഡ് വരെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിച്ചന്റെ അകത്തേക്കും വളഞ്ഞു വരും. കുക്ക് ചെയ്യുമ്പോൾ സ്നേഹം കൊണ്ടാ. അതെ അതെ, ഇവര് കൊടുക്കുന്ന സ്നേഹം കൊണ്ടായിരിക്കും ഇത്രയും വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ടീന കൊടുത്ത സ്നേഹം കൊണ്ടാണ് അത്രയും വന്നത്. അതുപോലെ തന്നെ അത് ഇപ്പൊ ഷൈബിയുടെ വീട്ടിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ച് വന്നിരിക്കുന്നു. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. ഇത് എല്ലാ വർഷവും ഇങ്ങനെ വരും. എല്ലാ വർഷവും ഉണ്ടല്ലേ? ഇതെങ്ങനെ കിച്ചന്റെ ഉള്ളിലേക്ക് വരും. അവിടുന്ന് കിച്ചൺ കുക്ക് ചെയ്യുമ്പോൾ വർത്താനം പറയാം, റോസിനോട് പറയാം. ഇത് ശരിക്കും പണ്ടൊക്കെ മണവാട്ടികളുടെ കയ്യിൽ ഇങ്ങനെ നമ്മളൊരു ബൊക്കെ കൊടുക്കില്ലായിരുന്നോ? ഇതുപോലെ തോന്നുന്നുണ്ടല്ലേ? അതെ അതെ. ഓക്കെ, എന്തായാലും ഞാൻ വന്നത് വെറുതെ ആയില്ല. എൻ്റെ കൂട്ടുകാർക്ക് നല്ല സന്തോഷമായി കാണും. അത്രേ മാത്രം റോസ് പൂക്കള്. ഷൈബി, ഇത് നമ്മൾ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നട്ടതാണോ ഷൈബി ഇത്? അതെ അതെ, വീട് മേടിച്ചതിന് ശേഷം നട്ടതാണ്. ഇത് നട്ടത് ശരിക്കും പറഞ്ഞ 2021. ഓ, ആരെങ്കിലും ഗിഫ്റ്റ് തന്നതാണോ അതോ നമ്മൾ തന്നെ പോയി വാങ്ങിച്ചതാണോ? അടുത്തൊരു ഗാർഡൻ സെന്റർ ഉണ്ട്, അവിടെ പോയി വാങ്ങിച്ചതാ. പിന്നെ കടയൊന്ന് കാണിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഈ കടയാണ് നട്ടത്. അവിടെ നിന്നാണ് പടർന്ന് പന്തലിച്ച്. അല്ല, ഇതിപ്പോ എത്ര വർഷമായി ഇങ്ങനെ? കഴിഞ്ഞ വർഷം എത്ര ഉണ്ടായിരുന്നോ ഷൈബി? ഭയങ്കരമായിട്ട് വളർന്ന് പന്തലിക്ക് ഞങ്ങൾ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തിയതായത്. ഇത് എന്തെങ്കിലും വളം ഇടുന്നുണ്ടോ ഷൈബി ഇതിന്? വളം ഞാൻ റെഗുലർ ആയിട്ട് ഇത് ചെയ്യും, റിയേറ്റ് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ മുട്ടയുടെ തൊണ്ടൊക്കെയാണോ? മുട്ടത്തൊണ്ടല്ല, ഇങ്ങനെ മീൻ കഴുകിയത്, ഇറച്ചി കഴുകിയതിന്റെ ഒക്കെ വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന് ഒഴിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. അല്ലാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈ ഒക്കെ വരും. അത് ഫ്ലൈ വരാതെ ഓക്കെ 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 ഓക്കെ. നമ്മളത് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നില്ലല്ലോ. എന്തായാലും അടിപൊളി അല്ലേ? സൂപ്പർ. അപ്പോൾ അങ്ങനെ ഷൈബിയുടെയും സാബുവിൻ്റെ വീട്ടിൽ വന്നു. സാബു തിരക്കിലാണ്, ഷൈബിയെ മാത്രം കാണാൻ പറ്റി. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടു അല്ലേ? നല്ല ഭംഗിയുള്ള ചെടികൾ, ക്രിസ്മസ് ട്രീക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെടികൾ, അതുകൂടാണ്ട് നമ്മുടെ റോസപ്പൂക്കൾ വിവിധ തരത്തിൽ, വിവിധ ഇനത്തിൽ, വിവിധ രൂപത്തിൽ, ഭാവത്തിൽ, കളർ, എന്തൊക്കെയാ കണ്ടതല്ലേ? അത് കഴിഞ്ഞ് ലാസ്റ്റ് കണ്ട പൂക്കളാണല്ലേ? അത് നിങ്ങൾ 2 പ്രാവശ്യം കാണുമെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് മനോഹരിയായിട്ട് നിൽക്കുന്ന ആ ഒരു ക്ലൈംബിംഗ് റോസ് അടിപൊളിയായിരുന്നു. നല്ല കളറ്, സൂപ്പർ. ഇത്രയും പൂക്കൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് എന്തൊരു സന്തോഷമാണല്ലേ? ഉള്ള ദുഃഖങ്ങളെല്ലാം മറന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഷൈബി, അടിപൊളി, സൂപ്പർ. ചേച്ചിയെ വിളിച്ചതിന് ഒരുപാട് നന്ദി. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത് നമ്മുടെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നത് വരുമ്പം വിളിക്കണം. നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇല്ലായിരുന്നോ ഷൈബി? ഇന്ന് കാണാൻ പറ്റുമോ? അത് തീരെ ചെറുത്, നമുക്ക് വെയിറ്റ് ചെയ്യാം, അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യാം. അപ്പൊ പ്ലംസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അടുത്ത വീഡിയോയില് പ്ലംസും ആപ്പിളും ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഷൈബിയുടെ വീട്ടിലെ ഇന്നത്തെ എപ്പിസോഡ്. ബൈ.